അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11-ാം വാക്യവും 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമുക്ക് വായിക്കാം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായലോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ വിട്ടോടേണ്ടതായ ചില കാര്യങ്ങൾ ആദ്യം നമുക്ക് പരിശോധിക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദ്രവ്യാഗ്രഹം വിട്ടോടണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് നിർദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തി പരീക്ഷിക്കപ്പെടുവാൻ ഇടയുണ്ട്. ദുഷ്ടൻ്റെ കെണിയിൽ വീഴുവാൻ ദ്രവ്യാഗ്രഹവും മുഖാന്തരമായി തീരുന്നു. ഉന്നതന്മാരായ IPS IAS ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കളിൽ പലരും കൈക്കൂലി മേടിക്കുന്നത് നിത്യസംഭവമാണ്. അനേക പ്രാവശ്യം ആരും അറിയാതെ അവർ മേടിച്ചിട്ടുണ്ടാകും. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ മേടിക്കുന്ന കൈക്കൂലിപ്പണം ക്രൈംബ്രാഞ്ച് പോലീസിൻ്റെ അടയാളമുള്ള നോട്ടുകളായിരിക്കും. സമൂഹത്തിലുള്ള അവരുടെ മാന്യതയും അവരുടെ ഉദ്യോഗപ്രതാപവും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ദൈവമക്കൾ അല്ലാത്തവരുടെ കാര്യമാണ്. ദൈവമക്കളായ നാമം അറിയാതെ പോലും ദ്രവ്യാഗ്രഹത്തിൻ്റെ പാത സ്വീകരിക്കരുത്. നമ്മിൽ ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ നിയമവിരുദ്ധ മാർഗത്തിൽ കൂടി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനുള്ള ഒരു ആഗ്രഹം സാത്താൻ നമ്മിൽ പ്രവേശിപ്പിക്കുകയും നമ്മെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂല കാരണമായതിനാൽ അത് വിട്ട് ഓടണമെന്ന്. ദ്രവ്യാഗ്രഹം വിട്ട് ഓടേണ്ടത് എങ്ങോട്ടാണെന്ന് പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുന്നതിനായാണ് നാം ഓടേണ്ടത്. ഈ കാര്യങ്ങൾ സ്വായത്തമാക്കുവാൻ നാം അധ്വാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴുക്കിനനുകൂലമായി നീന്തുവാൻ വലിയ അധ്വാനം ആവശ്യമില്ല. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുവാൻ വളരെ ശ്രദ്ധയും അധ്വാനവും കൂടിയേ തീരൂ. അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹം വിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുവാൻ വളരെ ശ്രദ്ധയും അധ്വാനവും ആവശ്യമാണ്. ഒന്നാമതായി നാം പിന്തുടരേണ്ടുന്ന നീതിയെക്കുറിച്ച് ചിന്തിക്കാം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ എല്ലാം കൂട്ടിവെച്ച് വായിച്ചാൽ ഒരുവൻ നീതിയെ പിന്തുടരുവാനായി ദൈവവചനം അഥവാ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും നോക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യണം. തന്നെയുമല്ല, ദൈവം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോകാവൂ. ദൈവം വെറുക്കുന്ന ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ നാം അനുസരിക്കണമെങ്കിൽ നിശ്ചയമായും നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വക കാര്യങ്ങളെ നാം പിന്തുടർന്നാൽ ഇതിനെയാണ് നീതിയെ പിന്തുടരുക എന്ന് പറയുന്നത്. ഇടുക്കുവാതിലിലൂടെ കടക്കുന്നതിന് തുല്യമാണിത്. ഇതിന് നാം തയ്യാറായാൽ നോഹയെപ്പോലെ, ഹാനോക്കിനെ പോലെ നമുക്ക് അനായാസം ദൈവത്തോടുകൂടെ നടക്കുവാൻ സാധിക്കും. ദൈവാത്മാവ് നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്കിത് സാധ്യമാണ്. മറിച്ചായാൽ നാമും ദൈവസാന്നിധ്യം ഭയന്ന് ജീവിക്കേണ്ടി വരും. ഒടുക്കം നിത്യനാശത്തിൽ വീഴേണ്ടി വരികയും ചെയ്യും. എന്നാൽ നാം നീതിയെ പിന്തുടർന്നാൽ നിശ്ചയമായി നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരുവാൻ സാധിക്കും. ഇനി നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് ഭക്തിയെക്കുറിച്ചാണ്. ഭക്തി എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഫിയർ എന്നും അതിൻ്റെ അർത്ഥം ഭയം എന്നുമാണ്.
പൗലോസ് ഉദ്ദേശിച്ച ഭക്തി ദൈവഭയമാണ്. ചുരുക്കി പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ദൈവഭയം അത്യാവശ്യമാണ്. ദൈവഭയമുള്ളവർക്ക് നുണ പറയുവാൻ ഭയമുണ്ടാകും. കൂട്ടുകാരനെ ദുഷിക്കുവാനോ മറ്റുള്ളവർക്കെതിരെ പകവയ്ക്കുവാനോ ദോഷം ചിന്തിക്കുവാനോ മോശം വാക്കുകൾ മറ്റുള്ളവർക്കെതിരെ പറയുവാനോ ദൈവഭയമുള്ളവർക്ക് സാധിക്കുകയില്ല. കാരണം ഇതൊന്നും അരുതെന്ന് ബൈബിളിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദൈവഭയമില്ല എങ്കിൽ ആത്മാർത്ഥമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ബൈബിൾ തുടക്കം മുതൽ കൃത്യമായി അവസാനം വരെയും വായിക്കുകയും നാം അനുസരിക്കണമെന്ന് ബൈബിളിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുകയും ചെയ്യാമെങ്കിൽ ദൈവഭയം നാം അറിയാതെ തന്നെ നമ്മിൽ വന്നു ചേരും. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ദൈവഭയം അത്യാവശ്യമാണ്. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ അന്വേഷിച്ചത് ശൗലിൽ നിന്നും ദൈവാത്മാവ് പോവുകയും പകരം ദുരാത്മാവ് അവനിൽ വരികയും ചെയ്തപ്പോഴാണ്. ദൈവാത്മാവ് നമ്മിലുള്ളപ്പോൾ നമുക്ക് ദൈവഭയമുണ്ടാകും. ആയതിനാൽ നാം ഒരിക്കലും ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇട വരുത്തരുത്. എന്നാൽ അഭിഷിക്തനായ ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനു മേൽ കൈവയ്ക്കുവാൻ എനിക്ക് സംഗതി വരുത്തരുത് എന്ന്. അതുകൊണ്ട് തന്നെ ദൈവഭയമുള്ള ദാവീദ് രാജാവായി തീരുകയും ദൈവഭയമില്ലാതിരുന്ന ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ തകർന്നു പോവുകയും ചെയ്തു. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാനായി നമുക്ക് ദൈവഭയത്തെ പിന്തുടരാം. ഇനി നാം പിന്തുടരേണ്ടത് വിശ്വാസത്തെയാണ്. സാത്താൻ ദൈവത്തെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും അവൻ രക്ഷിക്കപ്പെടുകയില്ല, കാരണം സാത്താൻ ദൈവത്തെ അനുസരിക്കുന്നില്ലല്ലോ. ഇനി അവൻ അനുസരിച്ചാലും രക്ഷിക്കപ്പെടുകയില്ല, കാരണം അവൻ്റെ വിധി പ്രസ്താവിച്ച് കഴിഞ്ഞതാണ്. നാം പിന്തുടരേണ്ടത് ആ രീതിയിലുള്ള വിശ്വാസത്തെയല്ല. യേശു തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നാമും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനായി വരും. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് അവനിലെ വിശ്വാസം ശരിയായി ഉണ്ടാകുന്നത്. ആകയാൽ ദൈവത്തിലെ വിശ്വാസം അനുദിനം വർദ്ധിക്കുവാനായി നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം. അങ്ങനെ മാത്രമേ ദൈവത്തിലുള്ള വിശ്വാസത്തെ പിന്തുടരുവാൻ നമുക്ക് കഴിയൂ. യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു, അവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യമാണ് നാം കേട്ടത്. ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസം പിന്തുടരുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ദൈവകൽപ്പനകൾ അനുസരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിന് നാം പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ഈ വിശ്വാസം പിന്തുടർന്നാൽ മാത്രമേ നിത്യജീവൻ അവകാശികളായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി നാം പിന്തുടരേണ്ടത് സ്നേഹത്തെയാണ്. സ്നേഹം ഭൂമിയിൽ പല വിധമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സ്നേഹം, അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം, അങ്ങനെ പല സ്നേഹം ഭൂമിയിലുണ്ട്. ഈ സ്നേഹത്തിന് ആവശ്യമായിരിക്കുന്നത് ജീവികളിലും മനുഷ്യരിലും ദൈവം വെച്ചിട്ടുള്ള സ്നേഹദ്രവ്യമാണ്. അതുകൊണ്ടാണ് പട്ടികൾ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും മുലയൂട്ടുന്നതും പക്ഷിമൃഗാദികളെല്ലാം തങ്ങളുടെ ഇണകളെ സ്നേഹിക്കുന്നതും. ഒരു പ്രത്യേക സമയം വരെ മാത്രമേ മൃഗത്തിൻ്റെയും പക്ഷികളുടെയും അവരുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം നിലനിൽക്കുകയുള്ളൂ. ആവശ്യം കഴിഞ്ഞാൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും സ്നേഹം താനേ നിൽക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അപ്രകാരമുള്ളതല്ല. അതുപോലെ തന്നെ ഒരു ദൈവമകൻ്റെയും ദൈവമകളുടെയും സ്നേഹം അപ്രകാരമുള്ളതാകുവാൻ പാടില്ല. കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കാൽവരി ക്രൂശിൽ കാണിച്ച സ്നേഹം അവൻ എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ളതായിരുന്നില്ല, സന്തതിയെ നേടിയെടുക്കുവാനുള്ളതായിരുന്നു. മനുഷ്യർ ആത്മരക്ഷ പ്രാപിച്ച് നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ദൈവസ്നേഹവുമായിരുന്നു അത്. യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ സ്നേഹദ്രവ്യം ഉണ്ടായാൽ പോരാ. യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ ചങ്കിൽ കുന്തം കുത്തിയിറക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ
യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടായേ തീരൂ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ ആര് നിന്ദിച്ചാലും ആക്ഷേപിച്ചാലും ആരെല്ലാം ഉപദ്രവിച്ചാലും നമുക്ക് അവരോട് കരുണ തോന്നും. കാരണം അവർ നമ്മെ നിന്ദിക്കുന്നതും ഉപദ്രവിക്കുന്നതും അവരെ സാത്താൻ ഉത്സാഹിപ്പിക്കുന്നതും മൂലമാണെന്ന് നമ്മിൽ വസിക്കുന്ന യേശുവിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്ക് തരും. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പിന്തുടർന്ന് സ്വന്തമാക്കുവാനാണ് പൗലോസ് തീമോത്തിയോസിനോടും നമ്മോടും ആവശ്യപ്പെടുന്നത്. ഇനി നാം പിന്തുടരുന്നത് ക്ഷമയും സൗമ്യതയുമാണ്. ക്ഷമയും സൗമ്യതയും ഇല്ല എങ്കിൽ നമുക്ക് ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ കഴിയാതെ പോകും. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. ക്രിസ്തുവിൻ്റെ ക്ഷമയും സൗമ്യതയും നമുക്കുണ്ടാകുവാൻ നാം ക്രിസ്തുവിൽ ആയിത്തീരുക എന്നതാണ് ഏക മാർഗം. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ഈ രണ്ട് ഗുണവിശേഷങ്ങളും നമ്മിൽ ഉണ്ടാകുന്നു. അതിന് നാം ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കുക എന്നതാണ്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയം നിയന്ത്രിക്കുവാൻ അനുവദിക്കുക. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവവചനം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മിൽ ധാരാളമായി നിറഞ്ഞു വരും. യേശുവിൻ്റെ ആത്മാവ് നാം നടക്കേണ്ടുന്ന പാതകളും പറയേണ്ടുന്ന വാക്കുകളും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തും. കാരണം പരിശുദ്ധാത്മാവ് നല്ല ആലോചനക്കാരനാണ്. പരാജയം സംഭവിക്കാതെ മുന്നേറുവാൻ അവൻ നമ്മെ സഹായിക്കും. നാം അവനെ ദുഃഖിപ്പിക്കാതെ അനുസരിച്ചാൽ മാത്രം മതി. നാം പിന്തുടരേണ്ട കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്തുടരുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്കത് ദൈവാത്മാവ് സാധ്യമാക്കി തരും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കതിന് കഴിയുകയില്ല. എന്നാൽ ഉയരത്തിലെ ശക്തിയായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ നാം മാറിയവനെ പോലെ ആവുകയും ദൈവസ്നേഹവും സൗമ്യതയും താഴ്മയും നമ്മിൽ നിറയുകയും ചെയ്യുന്നു. നാം ക്ഷീണിച്ചു പോകുവാനോ തളർന്നു പോകുവാനോ ലജ്ജിച്ചു പോകുവാനോ എന്തിനെങ്കിലും മുട്ടുള്ളവരായി തീരുവാനോ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇടപെടാതെ നമ്മെ ജയത്തോടെ വഴി നടത്തുകയും ചെയ്യും. ഇല്ലായ്മയിൽ നിന്നുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനായ കർത്താവിനെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് നാം കേട്ട കാര്യങ്ങളെ പിന്തുടരണമെന്ന് പൗലോസ് നമ്മെ ഉപദേശിക്കുന്നത്. നാം നമ്മുടെ കർത്താവിനെ പിന്തുടർന്നാൽ മോശയ്ക്ക് വേണ്ടി മുൾപടർപ്പിൽ പ്രത്യക്ഷനായവൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് തരികയും നിത്യജീവനം നമ്മെ വാസികളാക്കി തീർക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് സകലവിധ ദോഷവും വിട്ട് ഓടുകയും നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ, സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.